വന്നു പങ്കെടുത്തു. ക്യാരൽസും ഹിമ്മെല്ലാം കേട്ടു. അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രെയർ ഇവിടുത്തെ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് പോൾ സ്വരൂപ് ജി പ്രെയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് നല്ലൊരു സന്തോഷമായ ഒരു ദിവസമാണ്. എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ഈ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതിലവരൊരു ആശങ്ക പറയുന്നുണ്ട് സഭകൾ. അല്ല, ഇത് നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ക്രിസ്മസ് ആണ്. നമ്മൾ വിവാദത്തിനെ കുറിച്ച്, ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിവാദത്തെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യേണ്ട. അതിന് എത്ര സമയമുണ്ട്? ഇലക്ഷൻ്റെ മുമ്പ് ഇത് ചെയ്യുന്നത് ഒരു പഴയ രീതിയാണ്, പഴയ തന്ത്രങ്ങളാണ്. ആര് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ്, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. സമാധാനവും സന്തോഷവും എല്ലാം നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ആഘോഷിക്കുക. ഇന്ന് പ്രധാനമന്ത്രി വന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തു. അത് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശ്വാസികളെ അകത്തേക്ക് കയറ്റാതെ ബാരിക്കേഡ് കെട്ടി തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലർക്കും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇന്നും ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ച അത് അല്ല, ഞാൻ അതൊന്നും കണ്ടില്ല. ഞാൻ ഇവിടെ 7 മണി മുതൽ ഇവിടെ നിൽക്കുന്ന ആളാണ്. ഇവിടെ വന്നു അങ്ങനെ അല്ല, അകത്ത് നല്ലൊരു സോളം സെറിമണി ആയിരുന്നു. കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ, കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാജുജി, PM സന്ദർശിക്കുമ്പോൾ അത് ഇത്തരം അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നടത്തുന്നവർക്ക് കൊടുക്കുന്ന കൃത്യമായൊരു സന്ദേശമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ട്. ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതെല്ലാം ചർച്ച ചെയ്യണം. പക്ഷേ ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മൾ ഈ വിവാദത്തിൽ ഇന്ന് പോകേണ്ടതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മൾ നാളെ മറ്റന്നാളെല്ലാം സമയമുണ്ടല്ലോ. ഇതെല്ലാം എന്നോട് അന്ന് ചോദിച്ചോളൂ. രാജീവ്ജി, ഒരു പൊളിറ്റിക്കൽ വിഷയം എന്നുള്ളതല്ല, എന്തോ പൊളിറ്റിക്കൽ വിഷയം എന്നുള്ളതല്ല. ഈ സഭാ നേതൃത്വം നമ്മുടെ സ്വതന്ത്രമായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ അല്ല, ഞങ്ങൾ അങ്ങനെ നോക്കൂ ഈ നാട്ടിൽ, ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എതിരെ നടപടി എടുക്കണം. അതല്ല ഫാക്റ്റ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവാദമാക്കുകയല്ല, അതിന് പൊളിറ്റിക്കൽ അവസരമാക്കി മാറ്റുകയല്ല, അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അത് ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ 100% അതിന് TV ക്യാമറയുടെ മുമ്പിൽ പോയി വിവാദമാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരെ പിടിച്ച് ജയിലിലാക്കാനോ അല്ല അവരെ എഗൻസ്റ്റ് കേസ് ഫയൽ ചെയ്യണം. അതല്ലേ നമ്മളുടെ എല്ലാവരും കടുമ. പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ട് മനസ്സിലാക്കി അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വിവാദമാക്കി ജനങ്ങളുടെ നടുവിൽ ഒരു വിഭജനം കൊണ്ടുവരാൻ ഒരു ശ്രമം, അതാണോ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഒരു കർത്തവ്യം, ഒരു കടുമയായിട്ട് ഞാൻ അവരെതിരെ കേസ് ഫയൽ ചെയ്യും. അവരെതിരെ അണ്ടർ ലോ എന്താണ് പ്രൊവിഷൻ അത് ഫയൽ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. CBI ആസ്ഥാനത്ത് ഉപരാഷ്ട്രപതി വന്നപ്പോൾ ഉപരാഷ്ട്രപതി അവിടുത്തെ ആൻഡ്രൂസ് താഴത്തെ പിതാവിനോട് പറഞ്ഞു ഓൾ ടൈം വിത്ത് യു എന്ന്. സമാനമായി പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോഴും എപ്പോഴും ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് നൽകി. അല്ല, നോക്കൂ, ഇത് ഞങ്ങളെക്കുറിച്ച് കുറേ കാലമായിട്ട് പ്രചരണം നടത്തിയത് ഞങ്ങൾ ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞത്. പ്രധാനമന്ത്രി 2014 മുതൽ ഒരു ഒറ്റ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞത്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത്ത് സബ്കാ വികാസിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ പാർട്ടീൻ്റെ ഐഡിയോളജി. പക്ഷേ നമ്മൾ എതിരെ ഇരിക്കുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അവരിങ്ങനെ പ്രചരണം നടത്തും. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും. ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. 10 കൊല്ലം ഭരിച്ച് അദ്ദേഹം ഭരിച്ച ഒരു നാടിൽ ഇന്നാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അവസരം. എന്താ സംഘ് ഇതാണ് ക്രിസ്മസിന് സമയം പറയേണ്ടത്. ഞാൻ 10 കൊല്ലം ഭരിച്ചു, ഞാൻ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ഇതെല്ലാം ചെയ്യേണ്ടത് പറയേണ്ടത്.
അതൊന്നും ചെയ്യാണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക, ജനങ്ങളെ വെടിയാക്കാൻ ഒരു ശ്രമം. ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഇനി അത് ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണം. ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയം ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, വിവാദം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഡിബേറ്റ് ചെയ്യണം. എന്താണ് സത്യം നമ്മൾ കണ്ടുപിടിക്കണം. ശരി, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നമസ്കാരം.